രാമച്ചൻ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കുറെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കൃഷിഭവനിലോട്ട്. അപ്പൊ അവര് അവിടെന്ന് തന്നെ നമ്മുടെ ഭവനിൽ നിന്ന് തന്നെ അത് പാക്ക് ചെയ്തിട്ട് കൃഷിഭവന്റെ ഇതിലത് നമ്മൾ കൃഷി ചെയ്യുന്നതിന്റെ രീതിയിൽ അറിയിച്ച് അത് ഒരു വിൽപ്പന നടത്താന്നുള്ള ഒരു ഇത്. അപ്പൊ അതിന് വലിയ ചെലവൊന്നും നമുക്ക് വരില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒന്നും പാഴാക്കി കളയണ്ട. അതുകൊണ്ട് ഞാൻ കുറെ എടുത്ത് കളഞ്ഞതായിരുന്നു. അത് വീണ്ടും ഞാൻ ആ കവറിലാക്കി വെച്ചിരിക്കുക. ആ ഗ്രോ ബാഗ് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കും. നമ്മളിത് എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി. ആ ഗ്രോ ബാഗിന്റെ ഷേപ്പിന് തന്നെ ഈ രാമച്ചൻ നല്ല വേര് ഇങ്ങനെ നല്ല നല്ല നിറഞ്ഞ് തിങ്ങി അങ്ങ് ഇരിക്കും. ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോഴേക്ക്. അതുകൊണ്ടാണ് അത് ഞാൻ വിട്ട് കളയാറ്. എന്ന് വെച്ചാൽ വലിയ പരിചരണം വേണ്ട ഇത്. മറ്റുള്ള പച്ചക്കറി ചെയ്യുന്നതിന് മരുന്നടിക്കുക, അതിന്റെ ഇത് പ്രാണിയെ കളയുക, സമയം വെള്ളം ചെയ്യുക, അങ്ങനത്തെ ഒരു വല്ലപ്പോഴും ഒന്നിടവിട്ടൊക്കെ നനവ് കൊടുത്താൽ മതി. വലിയ വെള്ളം നനയ്ക്കലും വേണ്ട. രാമച്ചത്തിന് ഏകദേശം ഒരു 6-7 മാസത്തിൽ കൂടുതൽ വേണം. നമ്മുടെ വയലിൽ നെൽക്കതിര് ചെയ്യുന്ന കണക്കാണ്. അപ്പൊ ഇത് പാകമായി കഴിയുമ്പോൾ ഇതിന്റെ ഇലയെല്ലാം ഉണങ്ങി വരും. ഇലയെല്ലാം ഉണങ്ങി കഴിയുമ്പോഴേക്ക് ഇതിന്റെ വേര് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മളിത് എടുക്കുമ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് നനയ്ക്കുക. പാകമായി കഴിഞ്ഞ് ഇത് എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗ് ചെറുതായിട്ട് തറയിൽ ചരിച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഇത് എടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വേരിന് ഒരു കോട്ടം വരാതെ നമുക്ക് നല്ല ഫുള്ളായിട്ട് കിട്ടുക. എന്നിട്ട് നല്ലതുപോലെ കഴുകി എടുക്കുകയോ ചെയ്യുന്നത്.